നമസ്കാരം, എല്ലാവർക്കും എൻ്റെ ചാനലിൽ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾക്ക് പരിചയമില്ലാത്ത ഒരാൾ എൻ്റെ കൂടെ ഇരിപ്പുണ്ട്. പരിചയം ഉണ്ടായിരിക്കും, പക്ഷെ നിങ്ങൾ ആദ്യമായിട്ടായ ക്യാമറ ഫേസ് ചെയ്ത് അതിൻ്റെ നെർവസ് ആയിട്ടിരിക്കുക കേട്ടോ. അതൊന്നും മൈൻഡ് ചെയ്യണ്ട, ഞാൻ പിടിച്ചിരുത്തിയേക്കും കേട്ടോ. ഇനി ഞങ്ങളെ 5ാമത്തെ വെഡ്ഡിങ് ആനിവേഴ്സറിയാണ്. അപ്പം ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ ഒരു കാര്യം പിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. കുറേ പേര് അത് കണ്ടിട്ട് എനിക്ക് വിശ്വാസം അറിയിക്കുന്നുണ്ട്. അപ്പം ഇന്നലെ വൈകുന്നേരം എൻ്റെ ഫസ്റ്റ് അഡ്വൈസ് മെമ്മോ എനിക്ക് കിട്ടി. കേരള ബാങ്ക് അസിസ്റ്റൻറ്റ് മാനേജറുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ഗിഫ്റ്റ് ആയിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഏട്ടന് കൊടുക്കുന്ന വെഡ്ഡിങ് ആനിവേഴ്സറി ഗിഫ്റ്റ് തന്നെ ആയിരുന്നു. അഡ്വൈസ് മെമ്മോയുടെ പ്രിൻ്റ് എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്. നിങ്ങൾക്ക് ഞാൻ ഫ്രണ്ട് ക്യാം ആയതുകൊണ്ട് നിങ്ങൾക്ക് ഞാൻ അത് സൈഡിൽ കാണിക്കാം, പ്രിൻ്റ് കാണിക്കാം. അഡ്വൈസ് മെമ്മോ ആണിത്. അസിസ്റ്റൻറ്റ് മാനേജർ കേരള ബാങ്ക് അഡ്വൈസ് ആയിട്ടുണ്ട്. ഭയങ്കര ഹാപ്പി എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഇത് പറഞ്ഞറിയിക്കണം എന്ന് എനിക്ക് അറിയത്തില്ല. ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ഒരുപാട് 2-3 ആഴ്ച കൊണ്ട് കാത്തിരിക്കുന്ന ഒരു അഡ്വൈസ് മെമ്മോയാണ്. ചിലപ്പം ദൈവം അത് ഇത്രയും താമസിപ്പിച്ചത് ഇങ്ങനെ ഒരു ഗിഫ്റ്റായിട്ട് കയ്യിലെത്തിക്കാനാണെന്ന് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പം ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു, ഭയങ്കര ഇമോഷണലായിരുന്നു ഞാൻ. ഭയങ്കര ഇമോഷണലായിരുന്നു. നിങ്ങൾ ഇമാജിൻ ചെയ്തതിൻ്റെ അപ്പുറം ഇമോഷണലായിരുന്നു ഞാൻ. എന്താ ചെയ്യണോ, എങ്ങനെ അത് എക്സ്പ്രസ് ചെയ്യണോ എന്നൊന്നും ഇപ്പോഴും എനിക്ക് വിഷമം വരുന്നുണ്ട് പറയുമ്പം. പക്ഷെ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും നല്ലൊരു ഹാപ്പി മൊമെൻ്റ് ആണ്. അത് നിങ്ങളോടത്ത് ഷെയർ ചെയ്യണം എന്ന്. നിങ്ങളോട് എന്തായാലും ഞാൻ ഷെയർ ചെയ്യും. അത് എന്താണ്, ഇപ്പം ഏട്ടൻ്റെ കൂടെ ഇരുന്ന് ഞങ്ങളെ വെഡ്ഡിങ് ആനിവേഴ്സറി ഗിഫ്റ്റ് ആയതുകൊണ്ട് ഏട്ടൻ്റെ കൂടെ ഇരുന്ന് എനിക്ക് ഷെയർ ചെയ്യണമെന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ആളെ കൺവിൻസ് ചെയ്ത് ഇരുത്തിയേക്കുവാ ഇവിടെ. ഭയങ്കര ഇമോഷണൽ ആവാനായിട്ടൊരു കാര്യമുണ്ട്. കാര്യം എന്ന് വെച്ചാൽ ലാസ്റ്റ് ആയപ്പോഴത്തേക്ക് കിട്ടുമോ ഇല്ലയോ എന്നൊരു ഡൗട്ടിലായി പോയി. പക്ഷെ എൻ്റെ നേരെ ദൈവത്തിൻ്റെ ആ ഒരു അനുഗ്രഹം എനിക്കുണ്ട്. അഡ്വൈസ് ചാർട്ട് ഞാനത് കാണിക്കാം. നിങ്ങൾ അഡ്വൈസ് ചാർട്ട് എടുത്ത് നോക്കുമ്പോൾ അറിയാം, ലാസ്റ്റ് എനിക്കാണ് അഡ്വൈസ് എഴുതി നിർത്തിയിരിക്കുന്നത്. അതായത് 147 റാങ്ക് വരെ പോയേക്കുന്ന ഈഴവ EBT കാറ്റഗറി, അതിൽ ഏറ്റവും ലാസ്റ്റ് എനിക്കാണ് അഡ്വൈസ് എഴുതി നിർത്തിയേക്കുന്നത്. ഒരു റാങ്ക് മുന്നിലോട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാൾ ഡിലീഷൻ തരാതെ ഇരുന്നിരുന്നെങ്കിൽ, കുറച്ച് പേർക്ക് ഡിലീഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു, ഇരുന്നിരുന്നെങ്കിൽ എനിക്ക് ചിലപ്പോൾ ഇന്ന് അഡ്വൈസ് വരത്തില്ലായിരുന്നു, ഇന്നലെ അഡ്വൈസ് വരത്തില്ലായിരുന്നു. അപ്പം ദൈവം നല്ല രീതിയിൽ എൻ്റെ നേരെ കണ്ണു തുറന്നിട്ടുണ്ട്. എൻ്റെ ആ ഒരു കഠിനാധ്വാനവും പരിശ്രമവും എല്ലാം ദൈവം കണ്ടിട്ടുണ്ട്. അതിൻ്റെ ഒരു ഫലമായിട്ടാണ് എനിക്ക് ഭയങ്കര അതും കൂടെ കണ്ടപ്പെടുത്തി. അഡ്വൈസ് ചാർട്ട് ഇന്ന് രാവിലെ വന്നത്, അതും കൂടെ കണ്ടപ്പെടുത്തി എനിക്ക് ഭയങ്കര ഒരു സന്തോഷം തോന്നി. ദൈവമേ എൻ്റെ വെച്ചിട്ട് നിർത്തിയിരിക്കുക എന്ന് വെച്ചാൽ എനിക്ക് താഴോട്ട് കിട്ടാത്തവരിൽ അങ്ങനെ സന്തോഷമാണെന്നല്ല, എനിക്കത് എന്താണ്, എൻ്റെ അഡ്വൈസ് വെച്ച് നിർത്തിയൊക്കെ ഒരു റാങ്ക് മുന്നോട്ട് പോയിരുന്നെങ്കിൽ എനിക്ക് കിട്ടത്തില്ലായിരുന്നു. അല്ലെങ്കിൽ ഞാൻ പിന്നെയും കിട്ടത്തില്ലെന്നല്ല, ഈ ഫസ്റ്റ് അഡ്വൈസ് വരത്തില്ല, പിന്നെയും വെയിറ്റ് ചെയ്യേണ്ടി വന്നേനെയായിരുന്നു. ദൈവം എന്തായാലും അതിന് ഇടവരുത്താതെ ഇതിൽ തന്നെ എനിക്ക് കിട്ടി. എൻ്റെ ജീവിതത്തിലെ PSCയുടെ ഫസ്റ്റ് അഡ്വൈസ് മെമ്മോ ആണിത്. അത് ഇങ്ങനെ ഒരു ഡിഗ്രി ലെവൽ, ഇത്രയും നല്ലൊരു പോസ്റ്റിൽ ഒരു ഡിഗ്രി ലെവലിന് തന്നെ കിട്ടിയത് വലിയൊരു അനുഗ്രഹമായിട്ട് ഞാൻ കരുതുന്നു. ഭയങ്കര സന്തോഷം. എൻ്റെ ജീവിതത്തിലെ എല്ലാ സന്തോഷങ്ങളും നിങ്ങളെ അറിയിക്കാറുണ്ട്. പിന്നെ ഈ ഒരു സന്തോഷം എങ്ങനെ അറിയിക്കാതിരിക്കും അല്ലേ? അത് നിങ്ങൾക്ക് ഞാൻ പല വീഡിയോസിലൂടെയും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ പല കാര്യങ്ങളും ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കമൻ്റായിട്ടൊക്കെ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് ഹസ്ബൻഡിൻ്റെ സപ്പോർട്ട് എന്നും പറഞ്ഞ് നിങ്ങൾ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. സത്യം, ഹസ്ബൻഡിൻ്റെ സപ്പോർട്ട്, നമ്മൾ കല്യാണം കഴിഞ്ഞൊരു സ്ത്രീകളെയൊക്കെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഹസ്ബൻഡ് എത്രത്തോളം നമ്മളെ കൂടെ നിൽക്കുന്നു, അല്ലെങ്കിൽ സപ്പോർട്ടായിട്ട് നിൽക്കുന്നു, അതനുസരിച്ചിരിക്കും നമ്മുടെ മുന്നോട്ടുള്ള ഓരോ യാത്രകളും. ഹസ്ബൻഡ് എത്രത്തോളം സപ്പോർട്ട് അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഇരുത്തിക്കൊണ്ട് പറയുന്നതിൻ്റെ ഒരു സപ്പോർട്ട് അല്ലെങ്കിൽ പിന്നെ നമ്മൾ പിന്നെ അത്രത്തോളം എഫോർട്ട് ഇടണം. പിന്നെ നമ്മൾ മാനസികമായിട്ട് പല ബുദ്ധിമുട്ടുകളും നേരിടേണ്ടി വരും. പക്ഷെ എൻ്റെ ഒരു കാര്യത്തിൽ എൻ്റെ ഒരു ബാക്ക് ബോണായി ഇരിക്കുന്നത്, ഞാൻ എന്ത് നേടിയാലും അതിന് എനിക്ക് സപ്പോർട്ടായിട്ട് ഞാൻ എത്രയോ വട്ടം കരഞ്ഞോട് ചോദിച്ചു, ഏട്ടാ എനിക്ക് ഗവൺമെൻറ് ജോലി കിട്ടുമോ ഏട്ടാ, ഞാൻ നിർത്താൻ പോവുമോ, എനിക്കിത് കിട്ടത്തില്ല. അതെല്ലാം ഞാൻ പറയുമ്പോഴും നമ്മൾ സാമ്പത്തികമായിട്ടൊന്നും ഇല്ലാതിരിക്കുന്ന അവസ്ഥയിലും വേണ്ട, നീ ഇത് തന്നെ നീ ഗവൺമെൻറ് ജോലി മേടിക്കും, നീ ഇതുകൊണ്ട് തന്നെ മുന്നോട്ട് പോയാൽ മതി, നീ പഠിച്ചാൽ മതി. സാമ്പത്തികമായിട്ട് ഞാനും കൂടെ ജോലിക്ക് പോയാൽ കുറച്ചുകൂടെ കാര്യങ്ങൾ സ്മൂത്ത് ആവുന്ന സാഹചര്യത്തിൽ നിന്നുകൊണ്ടാണ് ഈ പറയുന്നത് എൻ്റെ അടുത്ത്. അങ്ങനെ എന്നെ പറഞ്ഞ് സപ്പോർട്ട് ചെയ്തൊരു വ്യക്തിയാണ്. ആ ഒരു വ്യക്തിക്ക് ഈ 5 വർഷം ഞങ്ങളുടെ ജീവിതം ആരംഭിച്ചിട്ട് എനിക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു ഗിഫ്റ്റായിരുന്നു ഇത്. ഒരുപാട് നന്ദി ദൈവത്തിനോട്, സർവേശ്വരനോടും, എന്നെ സപ്പോർട്ട് ചെയ്ത നിങ്ങളോടും എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട്. ഇനിയും പറഞ്ഞു പോയി കഴിഞ്ഞാൽ ഞാൻ കരഞ്ഞു പോകും. സത്യം പറഞ്ഞു, എനിക്ക് സന്തോഷത്തിൻ്റെ കണ്ണുനീരാ, ഒരുപാട് സന്തോഷം.
നിങ്ങളോട് എല്ലാവരോടും ഞാൻ പല സാഹചര്യങ്ങളിൽ തളർന്നു പോയപ്പോഴും നിങ്ങളെല്ലാവരും എനിക്ക് ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സപ്പോർട്ട് ചെയ്ത് വെച്ചാൽ കമൻറ്റിലൂടെ ആരതിയുടെ കൂടെ ഞങ്ങളുണ്ട്, ആരതിക്ക് സപ്പോർട്ടായിട്ട് ഞങ്ങളുണ്ട്, അങ്ങനെ വാക്കുകളിലൂടെ എന്നെ ചേർത്ത് നിർത്തിയ ഒരുപാട് അധികം പേരുണ്ട്. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലാത്ത, എനിക്കറിയുന്നത് നിങ്ങൾ ചിലപ്പോൾ റോഡിൽ കൂടെ എന്നെ നേരെ വന്നാൽ പോലും എനിക്ക് തിരിച്ചറിയത്തില്ലായിരിക്കും. എന്നാലും അങ്ങനെ വാക്കുകളിലൂടെ ചേർത്ത് നിർത്തിയ നിങ്ങൾ ഓരോരുത്തരോടും ഈ ഒരു അവസരത്തിൽ ഞാൻ നന്ദി പറയുകയാണ്. ഇതിൻ്റെ അപ്പോയിൻമെൻറ്റ് എന്താണെന്നൊന്നും അറിയാൻ വയ്യ. ഇപ്പോൾ ഇലക്ഷനും കാര്യങ്ങളും ഒക്കെ വരുന്നത് കൊണ്ട് കുറച്ച് ഡിലേ ആവും എന്നൊക്കെ പറയുന്നു. എന്താണെന്ന് കറക്റ്റായിട്ട് അറിയത്തില്ല. എന്തായാലും വൈകാതെ തന്നെ അപ്പോയിൻമെൻറ്റ് പ്രതീക്ഷിക്കുന്നു. അപ്പോയിൻമെൻറ്റ് വന്നാലേ ഏത് ജില്ലയിലാണ് പോസ്റ്റിംഗ് കിട്ടുന്നതെന്ന് അറിയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എന്തായാലും അപ്പോയിൻമെൻറ്റിന് വേണ്ടി കാത്തിരിക്കുക ഇനി. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും എൻ്റെ വാക്ക് നന്ദി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറവായി പോവും. അതിനും അപ്പുറം എന്തൊക്കെയോ നിങ്ങളോട് എല്ലാവരോടും എനിക്കൊരു ആത്മധൈര്യം തന്ന് ഇത്രയും നാളെന്നെ ചേർത്ത് നിർത്തിയതിന് തുടർന്നും എൻ്റെ നിങ്ങളെ കൂടെ ഞാനങ്ങ് ഇതും പറഞ്ഞിട്ട് അങ്ങ് പോവുമല്ല, നിങ്ങളുടെ കൂടെ കാണും, വീഡിയോസൊക്കെ ആയിട്ട് കാണും. അപ്പോൾ ഓക്കെ, ഇത്രയേ ഉള്ളൂ അല്ലേ, ഇത്രയല്ലേ ഉള്ളൂ. അപ്പോൾ വെഡിങ് ആനിവേഴ്സറി ആയിട്ട് ചെറിയ രീതിയിലൊരു കറക്കമൊക്കെ കഴിഞ്ഞ് മോൻ എവിടെയെന്ന് സംശയം കാണും. മോൻ ഇവരെ ഏട്ടൻ്റെ അമ്മയുടെ വീട്ടിലാണ്. അപ്പോൾ അവിടെ നിന്ന് അവനെ ഇനി വിളിക്കാൻ പോവുകയായിട്ട്. അപ്പം അവൻ ഇവിടെ ഉണ്ടെങ്കിൽ ഇത്രയും നന്നായിട്ട് ഞങ്ങൾക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല, അവൻ സമ്മതിക്കത്തില്ല. അതുകൊണ്ട് അവനെ അങ്ങോട്ടൊന്ന് ആക്കിയിട്ട് ഞങ്ങൾ വീഡിയോ എടുക്കാനായിട്ട് ഇരുന്നതാ. അപ്പം മോന് അതിനേക്കാട്ടി സന്തോഷം കേട്ടോ. അമ്മ ഇപ്പം ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഏതെങ്കിലും ഒരു ഷോട്ടിലോ വീഡിയോയിലൊക്കെ കേൾപ്പിച്ച് തരാം. അമ്മ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ പറയുന്നത് അസിസ്റ്റന്റ് മാനേജർ എന്നല്ലേ. അപ്പം അസിസ്റ്റന്റ് മാനേജർ എന്നാ അവൻ പറയുന്നത്. അത് അത്ഭുതപ്പെടുത്തി. അമ്മ ആരാധന ഒരു വട്ടം ചുമ്മാ ചോദിച്ചപ്പോൾ അവരുടെ പറയാ അസിസ്റ്റന്റ് മാനേജർ. ഈ അഡ്വൈസ് വരുന്നതിന് മുമ്പേ നമ്മളെ വായത് തന്നെ എന്ന് വെച്ചാൽ കുറേ ദിവസം ഒരു 3 ആഴ്ച കൊണ്ട് ഇങ്ങനെ അഡ്വൈസ് കാത്ത് ഞങ്ങൾ അതിനെപ്പറ്റിയൊക്കെ സംസാരിക്കുന്നവർ കേട്ടവർ മനസ്സിലായത് ആ കാര്യം. മോൻ അതിനെക്കാട്ടി വലിയ സന്തോഷം, ഏട്ടൻ്റെ സന്തോഷം, എല്ലാവർക്കും സന്തോഷം. പിന്നെ എൻ്റെ അച്ഛൻ്റെ സ്ഥാനത്തേക്കുന്ന ഒരാളുണ്ട്, എന്നെ വളർത്തിയ എൻ്റെ കൊച്ചച്ഛൻ, എൻ്റെ അച്ഛൻ്റെ അനിയൻ. അദ്ദേഹത്തിനും എൻ്റെ അമ്മയ്ക്കും ഏട്ടനും എല്ലാവർക്കുമായിട്ട് ഞാൻ എൻ്റെ ഈ ഒരു അഡ്വൈസ് മെമ്മോ സമർപ്പിക്കുക. പിന്നെ നിങ്ങൾക്കും എൻ്റെ സപ്പോർട്ട്, എന്നെ ഇത്രത്തോളം സപ്പോർട്ട് ചെയ്ത് മാനസികമായിട്ട് ഇത്രയും പിന്തുണച്ച നിങ്ങൾക്ക് ഓരോരുത്തർക്കും എൻ്റെ നന്ദി. ഇത്രയേ ഉള്ളൂ. ഇനി ഇതിൽ കൂടെ എനിക്ക് എന്തോ പറയണമെന്ന് അറിയത്തില്ല. അതുകൊണ്ട് വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ്. നിർത്താം. ഓക്കെ, അപ്പം താങ്ക് യു സോ മച്ച്. ഇനി ഇതിൽ കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. ഇനിയും വീഡിയോസായിട്ട് കാണാം. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ.